ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും ഉണ്ണിമോളും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കണത് വേറെ ഒന്നുമല്ല കേട്ടോ. ഉണ്ണിമോൾക്ക് പനിയുണ്ട്. പിന്നെ അന്ന് സൈക്കിളിൽ വീണില്ലേ, വീണിട്ട് തണ്ടലിൻ്റെ അവിടെ എന്തോ ഒരു എല്ലിന് അകൽച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടറെ കാട്ടി വന്നിട്ടുള്ള കെടുപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇക്കത്ത് എക്സ്റേ എടുക്കാൻ കയറിയേക്കാന്ന് പറഞ്ഞപ്പോൾ എന്താണാവോ വിചാരിച്ചു. ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും തണ്ടൽ വേദനയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. അവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് പനിയുടെ ഒക്കെ ഡോക്ടറെ കാട്ടി ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇക്കാട് പറയുന്നത് ഉപ്പച്ചേക്ക് ബാക്ക് വേദനയ്ക്കുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് എക്സ്റേ എടുക്കാമെന്ന്. അപ്പോൾ പിന്നെ എല്ലൊന്ന് അകന്നുണ്ട്. പിന്നെ മറ്റേ തണ്ടലിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു എല്ലിന് ഇത്തിരി ജന്മന ഉള്ളതാവുമെന്നാണ് പറഞ്ഞിട്ടോ ഡോക്ടർ. ഇത്തിരി വണ്ണം കുറവൊക്കെ ഉണ്ട് ഇത്ര. അപ്പോൾ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായിട്ടാണ്. അത് നന്നായിട്ട് മരുന്നൊക്കെ കഴിച്ച് എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും പറഞ്ഞു. പിന്നെ ഒന്നാമത് എന്താ ബാഗിൻ്റെ കന വെച്ചിട്ട് അത് ഇങ്ങനെ തൂക്കിയിട്ട് മുകളിലേക്ക് കയറണേ. കുട്ടികളുടെ ബാഗൊക്കെ ഭയങ്കര കന. ഇപ്പം നോക്കി നല്ല മഴ പെയ്യുന്നുണ്ട്. അന്ന് 2 ദിവസമായിട്ട് മഴ തന്നെയാണ്. അങ്ങനെ അവൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് മേല് കഴുകാൻ വേണ്ടി ഇത്തിരി വെള്ളം വയ്ക്കുകയാണ് ഗ്യാസുമ്മേ. പിന്നെ എന്താ മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വല്ലാത്തൊരു മീൻ. ഇത് ഞാൻ മറ്റു സൈസ് പട്ടത്തി മാന്തള വിചാരിച്ചത്. ഇത് സീബ്ര മാന്തള തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ആ സമയത്ത് പൈസ എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഓടി. അപ്പോഴത്തേനും വിജയേട്ടനെ അത് ഉറയിലാക്കലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെള്ളത്തിലിടുമ്പോഴാണ് ഈ സംഭവം നോക്കണം. വഴുക്കിയിട്ട് അച്ഛപ്പാകൂല. വഴുക്കിയിട്ട് നോക്ക് കയ്യിൽ നിന്നൊക്കെ ചാടുക കേട്ടോ. ഞാൻ വിചാരിച്ചതിന് ജീവുണ്ട് പഠിച്ചോനെ വിചാരിച്ചു. അങ്ങനത്തെ വഴുക്കല് തൊലി പൊളിക്കാൻ ഭയങ്കര പാടുപെട്ടു. ഇന്ന് തന്നെ എന്താ പറയുക, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അന്ന് തന്നെ ഞാൻ നെഗമൊക്കെ വെട്ടിയത്. ഞാൻ നെഗം വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിജയേട്ടൻ മീനും കൊണ്ടുവന്നത്. അപ്പം ഞാനിപ്പം മീൻ നന്നാക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, അയ്യോ നെഗം വെട്ടണ്ടേന്നില്ല, നല്ലോണം നെഗം വളർന്നേക്കായിരുന്നേ. ഞാൻ ആദ്യം വിചാരിക്കട്ടെ നെഗം ഒന്ന് വളർത്തിയാലോ എന്ന്. പക്ഷേ എനിക്കത് വളർന്ന് വരും എല്ലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കൂട്ടാ. എല്ലാവരും കഴിയുമ്പോൾ ഇങ്ങനെ നെഗം വളർന്ന് കാണുമ്പോൾ എനിക്കൊരാഗ്രഹം നെഗം ഒന്ന് വളർത്തിയാലോ എന്ന്. പക്ഷേ നെഗം അങ്ങോട്ട് വളർന്ന് വരുമ്പോൾ എനിക്കൊരു ഭയങ്കര വീർപ്പൂട്ടലാട്ടോ. അപ്പോൾ വേഗം അങ്ങോട്ട് വെട്ടിക്കളയും. അപ്പോൾ ഇത് മീൻ നന്നാക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, അയ്യോ ഇതങ്ങോട്ട് നന്നാക്കിയിട്ട് വെട്ടിയാൽ മതിയായിരുന്നു. ഇത് മറ്റ് മാന്തളാച്ചെങ്കിൽ വേഗം അങ്ങോട്ട് പൊളിച്ചങ്ങോട്ട് പോരും. ഇത് ഭയങ്കര പാടുപെട്ടു കേട്ടോ. കുറേ നേരം ആകുമ്പോൾ അങ്ങനെ കുസ്തി പിടിച്ചിട്ടൊക്കെയാണ് ഇതിപ്പോൾ സ്പീഡാക്കണത്. എത്ര നേരം ഞാൻ പിടിച്ചെന്നറിയോ. അതിൻ്റെ ഇടയിൽ ചീരയാണ് കൂട്ടാൻ വയ്ക്കുന്നത്. അങ്ങനെ ചീര കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അത് നന്നാക്കണ്ടേ. അപ്പോൾ ഇക്ക ഒന്നും പിന്നെ കച്ചവടത്തിനൊന്നും പോയിട്ടില്ല. ഈ മഴയത്ത് എവിടേക്ക് പോകണം കച്ചവടത്തിന്. അപ്പോൾ ഇക്ക ഇവിടെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക അവിടെ ചീരയൊക്കെ അരിഞ്ഞ് തരുന്നുണ്ട്. മീൻ നന്നാക്കൽ കഴിഞ്ഞു, ചോറ് ഊറ്റൽ കഴിഞ്ഞു, അങ്ങനെയൊക്കെ ഒരു വിധമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ആ മീൻ്റെ അടുത്ത് അംഗം വെട്ടിയിട്ട് വിജയേട്ടൻ എന്ത് പണിയൊക്കെ കാട്ടിയെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നുക കേട്ടോ. ഏത് മാന്തളിൻ്റെ പേരൊന്നും പറഞ്ഞില്ല. അത് എങ്ങനത്തെ മാന്തള വെച്ചെങ്കിൽ ആ പെട്ടുകൊണ്ട് മൂടിയിട്ടേക്കായിരുന്നു, ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ പട്ടത്തി മാന്തളാണ് വെച്ചപ്പോൾ ആന്ന് പറഞ്ഞിട്ടാണ് വിജയേട്ടൻ അത് ഉറയിലാക്കുകയും ചെയ്തു. അങ്ങനെ ഉമ്മ അതന്നെ വാങ്ങിയേക്കണം കേട്ടോ. അവിടെ നിന്നിട്ട് മീൻ കഴുകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്തിട്ട് മീൻ ആൾ തന്നേക്കണ് പഠിച്ചോലെ എന്നൊക്കെ ഇങ്ങനെ മീൻ കഴുകുമ്പോൾ അവിടെ നിന്ന് പറയുന്നൊക്കെ കേൾക്കാണ്ടായിരുന്നു ഒട്ടേക്ക്. അങ്ങനെ മീൻ നന്നാക്കൽ ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഉണ്ണിമോള് മേലൊക്കെ കഴുകിയിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചിത്രം വരയ്ക്കുന്നുണ്ട്. ഇക്കാച്ചെങ്കിൽ തൊട്ട് നോക്കിയിട്ടൊക്കെയുണ്ട് പനിക്കുണ്ടോ അങ്ങനെ ആർക്ക് പനി വന്നാൽ ഇക്ക ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് നിൽക്കൂട്ടാ. പിന്നെ അധികം വീഡിയോസ് അങ്ങനെ എടുത്തിട്ടില്ല ഞാൻ. പിന്നെ ഞാനും ആശുപത്രിയിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഇങ്ങനെ മൂടിക്കെട്ടിന് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ മനസ്സിനും സുഖമില്ല, ശരീരത്തിനും സുഖമില്ല കേട്ടോ. എന്നാകെ എനിക്കാകെ വേദനയുള്ള ദിവസം തന്നെയായിരുന്നു ഇന്നും. എന്താ വെച്ചെങ്കിൽ 2-3 ദിവസമായിട്ട് ഇങ്ങനെ സൈഡ് വേദനിക്കണം, തണ്ടലിൻ്റെ സൈഡ് ഇങ്ങനെ വേദനിക്കുക. നമ്മൾ ഡ്രസ്സ് ഇടാനും പോലും പറ്റില്ല. അങ്ങനെ കൊള്ളുമ്പോൾ ഒക്കെ ഭയങ്കര വേദന കേട്ടോ. അതങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡില്ല. എന്നാലും ഇങ്ങനെ കുറേശ്ശൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞാനവിടെ കെടുപ്പായി കഴിഞ്ഞാൽ പിന്നെ ആകെ പെട്ടു. കുട്ടികളുടെ കാര്യം ഒന്നും അങ്ങോട്ട് നടക്കൂല ഒന്നും. അപ്പോൾ എന്തായാലും ഒന്ന് ഡോക്ടറെ അടുത്തേക്കൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. വിശേഷങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. വോയിസ് കൊടുക്കല്ലേ, ഡയറക്റ്റായിട്ട് അങ്ങനെ വോയിസ് പറയുകയാണ്. അപ്പോൾ ഇക്കയും പോയിട്ടുണ്ട് ഡോക്ടറെ കാണാൻ. ഇക്കയുടെ കാര്യങ്ങളൊക്കെ ഇക്ക പറയുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ചീര ഞാൻ പരിപ്പ് ഇടാണ്ടാണ് ചീര കൂട്ടാൻ വയ്ക്കുന്നത്. അങ്ങനെ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇക്കാക്ക് ഈ പരിപ്പ് സംഭവമൊന്നും ഇഷ്ടമല്ല. ഇക്കാക്ക് ഈ ഗ്യാസിൻ്റെ ഒരു ചെറിയ പ്രോബ്ലമൊക്കെ ഉള്ള കാരണം അങ്ങനെ തൂമിക്കട്ടോ. ഉള്ളിമുളകും കുത്തി തൂമിക്കുന്നുണ്ട്. മീൻ ഇതാ പൊരിക്കുന്നുണ്ട്. പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീനമുളകും കുറച്ച് പൊട്ടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീനമുളക് കിട്ടിയത് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് പൊട്ടിച്ചത് കേട്ടോ. ഞാനല്ല ഇക്ക പോയിട്ട് പൊട്ടിച്ചു കൊടുന്നതാണ്.
അങ്ങനെ കൂട്ടാനൊക്കെ ആയി, പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയുള്ളത് വോയിസ് അങ്ങനെ കൊടുക്കുകയാണ്, ഡോക്ടറെ അടുത്തേക്ക് പോയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാം. വയ്യാണ്ടായിട്ട് അങ്ങനെ ഇരിക്കണത്, അപ്പം നിങ്ങൾ ഒക്കെ കണ്ടോളെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്താ ചെയ്യലേ, ഡോക്ടറെ കണ്ടിട്ട് ഇന്ന് എൻ്റെ മോൾക്ക് തൊട്ടിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തില്ലേ. അപ്പം എനിക്കുണ്ടോ മോളെ കൊതു പറക്കണോക്കേ, വീച്ചിരിക്കേ എന്താ വീച്ചിരുന്ന വായ കഴിക്കേ. അപ്പൊ എനിച്ചിട്ട് എന്താ ഫോണ് കണ്ടിട്ട് വയ്യാണ്ട് വയ്യ. ഇക്കാനെ ഡോക്ടറെ കാട്ടി, എന്നെ ഡോക്ടറെ കാട്ടി, എല്ലാവരും ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് ഇരിക്കുക. എന്നെ മിണ്ടാണ്ടെന്നോ, അയ്യോ വേണ്ട, എളുപ്പമൊന്നല്ല. ഇക്കാക്ക് എന്താ എനിക്ക് ഞാൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്താണ്. അപ്പൊ അതില് കുറച്ച് 2 സാധനം കൂടുതലുണ്ട്. അപ്പൊ മൂത്രത്തില് ഇൻഫെക്ഷൻ, അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ESR കൂടുതലുണ്ട്, അതും കുഴപ്പമില്ല. ESR വന്നിട്ടുണ്ടോ? എനിക്ക് എന്താ അറിയോ, എനിക്ക് നീർക്കട്ടേ എൻ്റെ തണ്ടല് വേദന, തണ്ടലിൻ്റെ സൈഡ് ഇങ്ങനെ. ESR ഗൂഗിളിൽ അടിച്ച് നോക്കുക. അപ്പം എക്സ്റേ എടുത്തു, ഏറ്റവും കാശ് ചിലവായിരിക്കുക കേട്ടോ. ഇവർക്ക് 2 ആൾക്കൊന്നും അധികം പൈസ ചിലവായി. 2 എക്സ്റേ എടുത്തു, 500 എത്രയൊക്കെ ആയി. അല്ല ഗവൺമെൻറ് ആശുപത്രിയിലല്ലേ, ഉമ്മച്ചിയുടെ പ്രൈവറ്റ് ആക്കി. ഞാൻ കിടന്നാൽ പിന്നെ ആരും നമ്മളെ സഹായിക്കില്ലേ. അപ്പം അത് വെച്ചിട്ട് പോയതാ. ആരും തിരിഞ്ഞോക്കാനില്ല. നമ്മളതിനെ ഏറ്റവും ഒരു ദിവസം കൊറോണ ആയിട്ട് മോളിൽ പോയി കിടന്നു ഞാൻ. ഇവർക്കൊന്നും കൊറോണ ഇല്ല, വരുമ്പത്തിനും അടുക്കള കാണാനില്ല. ഇവിടെ അടുക്കളയിൽ കയറി ആളതായിരിക്കുന്നു. അയ്യോ എന്ത് പറയും, ഛർദിക്കുന്നു. താറാമട്ടെ ചിലപ്പോ ദഹിക്കില്ല പെണ്ണെ, പനിക്കുമ്പോ മൊത്തം തിന്നണ്ട. പപ്പടൊക്കെ ചുട്ടിട്ടൊക്കെ തിന്നാ. പപ്പട ചുട്ടിട്ട് പപ്പട ഫ്രിഡ്ജിൽ വെച്ചിരുന്ന അത് കുറേ ആയിരിക്കുന്നു. എന്താ പപ്പട ചേച്ചി ഇപ്പൊ വരുന്നില്ല. മുട്ട നാളെ തത്ര പനി കുറയട്ടെ. ഇന്ന് സ്കൂളിലേക്ക് ആക്കിയാന്നില്ലേ, ഉച്ചയ്ക്ക് എനിക്ക് തന്നില്ലേ. അന്ന ദിവസം തന്നെ മുട്ട കൊടുത്തിട്ട് ഡോക്ടർ പറയാ അതൊന്നും പനിക്കുമ്പോ കൊടുക്കേക്കുന്നു. അതെ ഇപ്പൊ കൊറോണയുടെ ഗുളിക കഴിക്കണ്ട, അതിപ്പോ പനിയുടെ മാത്രം കഴിച്ചാൽ. ഛർദിയുടെ ഗുളികണ്ട്. ഛർദിയുടെ വേണമെങ്കിൽ ഭക്ഷണത്തിന് മുന്നേ വേണമെങ്കിൽ കഴിക്കാം. വേണമെങ്കിൽ പൈസ ഇല്ലാത്ത ഇവിടെ. പൈസ എന്റെ ചെക്കൻ ട്യൂഷന് പോയിക്ക, പാവുണ്ടല്ലേ. പിന്നെ 7:00 കൊണ്ടുവരാനാ. അല്ല ഇന്നലെ മാമ പോയിന് കരഞ്ഞിട്ട് എന്നാ വരാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ഉണ്ണിമോൾക്ക് പനിക്ക് വയ്യ. വന്നിട്ട് ഇനി ഇങ്ങനെ ഒന്നിട്ടിരിക്കണ്ടേ, എല്ലാവർക്കും വയ്യ. അപ്പൊ പനിയൊക്കെ മാറിയിട്ട് അവൻ ഒന്നുകൂടി വിളിക്കണേ. വരാ പറഞ്ഞിട്ടുണ്ട്. എന്താ വരും. നീർക്കട്ടല്ലേ കൂടല്ലോ ഉണ്ട്, ആകെ വേദന. ചോറ് ഇപ്പൊ ഛർദിയുടെ വേണമെങ്കിൽ ഛർദിക്കാൻ വരുന്നുണ്ടോ, അത് വേണമെങ്കിൽ ഇപ്പൊ കഴിച്ചോ. അപ്പൊ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാലത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷം തന്നെയാണ് കേട്ടോ. നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, ആകെ വയ്യ, അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കും. അപ്പൊ നല്ല വീഡിയോ ആയിട്ട് നാളെ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ടാറ്റ പറഞ്ഞേ.